ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് റളിയല്ലാഹു അൻഹും. അങ്ങനെ ഓരോ കാറ്റഗറി വെച്ചിട്ടുണ്ട്. മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ റഹിമഹുമുല്ലാഹ്, അതല്ലെങ്കിൽ റളിയല്ലാഹു അൻഹും എന്നൊക്കെ പറയാം. ഈ വിഷയമായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ അദ്കാറിൽ പറയുന്ന ഭാഗം, അജ്മഉ അല സ്വലാത്തി അല നബിയ്യിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ പറ്റുമെന്ന വിഷയത്തിൽ എല്ലാവരും ഏകോപിച്ചിട്ടുണ്ട്. وكذلك أجمع من يعتد به على جوازها واستحبابه على سائر الأنبياء والملائكة استقلالا. അമ്പിയാക്കന്മാരുടെ പേരിലും എന്ത് ചെല്ലാം? സ്വലാത്ത് ചെല്ലാൻ പറ്റും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മുത്തുനബിയുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട്, ഇസ്തിഖ്ലാലൻ എന്ന് പറഞ്ഞാൽ സ്വയം മുത്തുനബിയുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പറ്റും. അതുപോലെ അമ്പിയാക്കന്മാർക്കൊക്കെ പറ്റും. പക്ഷേ വഅമ്മാ ഗൈറുൽ അംബിയാഇ ഫൽ ജംഹൂറു അലാ അന്നഹു ലാ യുസല്ലാ അലൈഹിം ഇബ്തിദാഅൻ. അമ്പിയാക്കന്മാർ അല്ലാത്തവർക്ക് എന്ത് ചെല്ലാൻ പാടില്ല? സ്വലാത്ത് തനിച്ച് ഒരാളുടെ പേരിൽ മാത്രം ചെല്ലാൻ പാടില്ല. ഉദാഹരണത്തിന് ഫലാ യുഖാലു അബൂബക്കറിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണല്ലോ, നബിയല്ലല്ലോ. നബിമാർക്കാണെങ്കിൽ അവരുടെ ഒരാളുടെ പേര് പറഞ്ഞ് ഉടനെ നമുക്ക് എന്ത് ചെല്ലാം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചെല്ലാം. അതേസമയം നബി അല്ലെങ്കിൽ അവരുടെ പേരിൽ എന്ത് പാടില്ല? ഒറ്റക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചെല്ലാൻ പാടില്ല. ഒറ്റക്ക് പാടില്ല പറഞ്ഞാൽ, ഒരു സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുകയും അതോടൊപ്പം സ്വഹാബത്തിൻ്റെ മേലും ചെല്ലാം, അങ്ങനെ ചെല്ലാം. ഒരു സ്വഹാബിയുടെ പേരിൽ മാത്രം സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ശരിയല്ല. എന്നിട്ട് വളരെ വിശദമായിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അബൂബക്കർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചെല്ലാൻ പാടില്ല, അത് ഹറാം എന്ന് പറഞ്ഞവരുണ്ട്, അത് ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞവരുണ്ട്, അതല്ലെങ്കിൽ മക്രൂഹ് എന്ന് പറഞ്ഞവരുണ്ട്. അവസാനം പറയുന്നത് അത് കറാഹത്തു തൻസീഹാണ്. അങ്ങനെ പറയുന്നത് അത്ര നല്ലതല്ല. അബൂബക്കർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് നല്ലതല്ല. എന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്തേ കാരണം? അന്ന സ്വലാത്ത സാറത്ത് മഖ്സൂസ ഫി ലിസാനി സലഫി ബിൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം. അത് മുൻഗാമികളുടെ ഭാഷയിൽ സ്വലാത്ത് ആർക്കേയുള്ളൂ? അമ്പിയാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഒരാൾ വാദിക്കും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ്. അത് അബൂബക്കർ നബിയിലും പറഞ്ഞൂടെ എന്ന് വാദിക്കും. അങ്ങനെ വാദിക്കുന്നതിന് അർത്ഥമില്ല. മുൻഗാമികൾ അങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഏതുപോലെ കമാന കൗലന അസ്സ വജല്ല, അസ്സ വജല്ല എന്ന് നാം പറയാറുണ്ട്, അത് അള്ളാഹുവിനെക്കുറിച്ച് മാത്രമാണ് പറയൽ. ലാ യുഖാലു മുഹമ്മദുൻ അസ്സ വജല്ല, മുഹമ്മദുൻ അസ്സ വജല്ല എന്ന് പറയാൻ പാടില്ല, പറയൂല. വ ഇൻ കാന അസീസൻ ജലീലൻ, അതിൻ്റെ അർത്ഥം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസീസാണ്, ജലീലാണ്, നല്ല പ്രതാപമുള്ളവളാണ്. അതുപോലെ ജലീൽ എന്ന് പറഞ്ഞാൽ നല്ല മഹത്വമുള്ള ആളാണ്. മഹത്വം കുറവുള്ളത് കൊണ്ടല്ല, പ്രതാപമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അസ്സ വജല്ല എന്ന് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ. അതുപോലെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ അവിടെ മാത്രമേ എന്തുള്ളൂ? സ്വലാത്ത് ഉള്ളൂ. واتفقوا على جواز جعل غير الأنبياء تبعا لهم في الصلاة فيقال اللهم صل على محمد وعلى آل محمد وأصحابه وأزواجه وذريته. അതായത് നാം ഇതുവരെ പറഞ്ഞത് സ്വഹാബത്തിൻ്റെ പേരിൽ മാത്രം സ്വലാത്ത് ചെല്ലാൻ പാടില്ല. മുത്തുനബിയുടെ മേൽ ചെല്ലുമ്പോൾ കൂടെ ചെല്ലാം, അത് നാം ചെല്ലലുമുണ്ടല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ
വ അസ്ഹാബിഹി വ അസ്വാജിഹി, മുത്തുനബി സ്വഹാബത്തിൻ്റെ പേരിൽ, മുത്തുനബിയുടെ ഭാര്യമാരുടെ പേരിൽ, വ ദുർരിയത്തി, മുത്തുനബിയുടെ സന്താനം അഹ്ലുബൈത്തിൻ്റെ പേരിൽ, വ അച്ബായി, മുത്തുനബിയെ പിൻപറ്റുന്ന എല്ലാവരും പെട്ടു ഖിയാമത്ത് നാൾ വരെ. അവരുടെ പേരിലൊക്കെ ചെല്ലാം സ്വലാത്ത്. പക്ഷേ അവിടെ തുടക്കത്തിൽ ആര് വേണം? അമ്പിയാക്കന്മാർ വേണം. മുത്തുനബി തുടക്കത്തിൽ പറയണം, എന്നിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് അതിൻ്റെ കൂടെ സ്വലാത്ത് ചെല്ലാമെന്നല്ലാതെ സ്വഹാബത്തിന് മാത്രം ഒരു സ്വലാത്ത്, അതല്ലെങ്കിൽ ഔലിയാക്കന്മാർക്ക് മാത്രം ഒരു സ്വലാത്ത്, അഹ്ലുബൈത്തിന് മാത്രം ഒരു സ്വലാത്ത്, അങ്ങനെ ഒരു സ്വലാത്ത് ചെല്ലുന്നത് ശരിയല്ല. ഇതാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറയുന്നത്.